ജമ്മുവിൽ ഉന്നതതല യോഗം ചേർന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രളയബാധിത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജമ്മുകശ്മീരിൽ രാജ്ഭവനിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കൂടാതെ ജമ്മുകശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെയും ഈ യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുകാശ്മീരിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കിഷ്ത്വാറിലും കത്വ മേഖലയിലും മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും വലിയ അപകടം ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാദൗത്യവും പ്രതിരോധ മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. കിഷ്ത്വാർ മേഖലയിൽ 60-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. 167-ലധികം പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. അതിൽ കൂടുതൽ ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. കത്വ മേഖലയിൽ 10ഓളം മരണമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. 2 പ്രദേശങ്ങളിലും, കിഷ്ത്വാറിലും കത്വയിലും വൻ നാശനഷ്ടമാണ് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത്. അവിടെ നടത്തേണ്ടിയിരിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഒപ്പം സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രക്ഷാദൗത്യം, ഇവയെല്ലാമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. കൂടാതെ കിഷ്ത്വാറിലെ അപകടത്തിൽ പരിക്കേറ്റ് നിലവിൽ ആശുപത്രിയിലുള്ളവരെ രാജ്നാഥ് സിംഗ് നേരിട്ട് സന്ദർശിച്ചു. അവിടെ ആശുപത്രിയിൽ ഡോക്ടർമാരുമായും ആരോഗ്യ വിദഗ്ധരുമായും കൂടിക്കാഴ്ച നടത്തി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികളും അതിൻ്റെ നിർദ്ദേശങ്ങളും നേരത്തെ തന്നെ നൽകിയിരുന്നു. പരിക്കേറ്റവരെല്ലാവരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ള കാര്യം കൂടി ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കിഷ്ത്വാറിലും കത്വയിലും ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ നിലവിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് ജമ്മുവിലെ രാജ്ഭവനിൽ നടന്നിട്ടുള്ള ഉന്നതതല യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി വിലയിരുത്തിയത്. ഒപ്പം ജമ്മു കാശ്മീരിലെത്തിയിട്ടുള്ള പ്രതിരോധ മന്ത്രി തീർച്ചയായും കശ്മീർ മേഖലയിലെ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ കഴിഞ്ഞയാഴ്ച സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അഭ്യാസ പ്രകടനവും നിരീക്ഷണവും നടന്നിരുന്നു. അതിർത്തി മേഖലയിലെയും ജമ്മു കാശ്മീരിലെയും നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ സന്ദർശനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി.